ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫണ്ട 2.0 യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഹംദാൻ ഇല്ലായിരുന്നു, പക്ഷേ ഈ വീഡിയോയിൽ ഹംദാൻ ഉണ്ട്, പക്ഷേ നാദിയില്ല. അവൻ പഠിക്കാൻ പോയിരിക്കുകയും. അതെ ഗായ്സ്, ഇന്ന് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത് ആരും ചെയ്യാത്ത ഫ്രഷ് കണ്ടന്റ് ആണ്. എന്തെന്ന് വെച്ചാൽ ഹോം ടൂർ. അതെ ഗായ്സ്, ഹോം ടൂർ. നമ്മളെ വീഡിയോയിൽ കാണുന്നതാ ഈ വീടിൻ്റെ ഹോം ടൂറാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതുകൂടാതെ നമുക്ക് ഒരു സന്തോഷ വാർത്ത കൂടി പറയാനുണ്ട്. നമ്മൾ കുറച്ച് കാലം കൊണ്ട് നമുക്കത് നേടിയെടുക്കാനല്ലേ കുറേ നമ്മൾ പ്രയത്നിച്ച്, അപ്പോൾ അത് കഷ്ടപ്പെടുകയും ചെയ്ത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്. ആ കാര്യം എന്തെന്ന് ഇതിൻ്റെ ഇടയ്ക്ക് പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, തന്നെ തുടങ്ങിക്കോ. ആദ്യം നമുക്ക് മുറ്റത്ത് നിന്ന് തന്നെ തുടങ്ങാം. നമ്മളെ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ മുറ്റത്ത് നിന്നാണ്. കണ്ട ഗൈസ്, ഇതിലാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ കൂടുതൽ വീഡിയോസും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാല്ല, നമ്മളെ കാര്യം നിങ്ങൾക്കറിയാം. വാ കണ്ടാ ഗൈസ്, വിവിധ ഇനം ചെടികളൊക്കെയാണ് ഇവിടെ നട്ടു പിടിപ്പിച്ച് വെച്ചേക്കുന്നത്. ഇതിൻ്റെ എല്ലാം ബാക്ക് ബോൺ മൂത്താപ്പയാണ്. അതാണ് ഗൈസ്. ദാണ്ട ഈ അവിടെ വാഴ ഉണ്ട്, ദാണ്ട വാഴകൾ, പിന്നെ വേറെ ചെടികൾ. ഇതെന്തോ ഇത് മറ്റേ പേരയ്ക്ക, പിന്നെ ഇത് വേറെ എന്തോന്നൊക്കെ, അങ്ങനെ കുറേ ചെടികളുണ്ട്. പിന്നെ ബാപ്പജിക്ക് അവിടെ മരിച്ചിനിയൊക്കെ കുറേ നടും, അതൊക്കെ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. ചെടികൾ കുറേ ഉണ്ടായിരുന്നു, എല്ലാം വെയിലത്ത് വാടിക്കരിഞ്ഞ് എല്ലാം ഉണങ്ങിപ്പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ മുറ്റം. പിന്നെ നമ്മളെ വീട്ടിൽ 2 ബൈക്കുണ്ട്. ഒരു അപ്പാച്ചി ആർ ടി ആർ ഉണ്ട്, പിന്നെ ഒരു ഹോണ്ട ലിവോ ഉണ്ട്. ഇതാണ് 2 ബൈക്ക് നമുക്കുള്ളത്. നമുക്ക് അപ്പുറത്തെ വശം പോവാം, ബാക്കിലോട്ട് പോവാം. ഇവിടെയും നമ്മൾ വീഡിയോസ് എടുക്കാറുണ്ട്. നമ്മൾ ഇവിടെ നിന്നൊക്കെ വീഡിയോസ് എടുക്കേണ്ട കാരണം എന്ന് പറയുന്നത്, ഫ്രണ്ടിൽ നിന്ന് എടുക്കുമ്പോൾ ഭയങ്കര വെയിലും കാറ്റും ഉണ്ട്, തണലും കിട്ടില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്നൊക്കെ വീഡിയോസ് എടുക്കാറുണ്ട്. തേങ്ങ ഉണങ്ങി നിൽക്കുകയാണ്. കുരുമുളകൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ, എല്ലാം ഒരുമാതിരിയായി. അതുപോലത്തെ വേണ്ട പാപ്പായും ഉമ്മായും കൂടെ ചേർന്ന് ചീര നട്ടിരിക്കുന്നത് കണ്ട. ഇതൊക്കെയാണ് ഇങ്ങനെ പോയി. ഇതാണ് നമ്മളെ കിണർ. മുളകൊക്കെ നട്ടിട്ടുണ്ട്, ഇറങ്ങി തിരിഞ്ഞ്. ഇവിടെ നിന്നാണ് നമ്മളെ ചന്ദ്രീരെ ആയിരിക്കട ചന്ദ്രി ജലജ അവരെയൊക്കെ ആസ്ഥാന കേന്ദ്രം ഇതാണ്. പിന്നെ കോഴിക്കൂടുണ്ട്. നമുക്കൊരു 25 കോഴികളുണ്ട്. വേണ്ട, ഇതൊക്കെ മൂത്താപ്പ ഉണ്ടാക്കിയതാണ്. എല്ലാം കൈപ്പണിയിൽ വാപ്പ ഉണ്ടാക്കിയതാണ്. ആകൃതിയിലാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതൊക്കെയാണ് പുറത്തുള്ള കാഴ്ചകൾ. ഇനി നമുക്ക് അകത്തുള്ള കാഴ്ചയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, ആര് വെളിയിലൊന്നും ഇറങ്ങല്, നല്ല വെയിലാണ്. അപ്പൊ നമുക്ക് അകത്തോട്ട് കയറാം. കേറി വരുന്നതായി കാണുന്നതാണ് സിറ്റ് ഔട്ട്. ഇവിടെയാണ് അച്ഛൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലം. അതെ ഗൈസ്, അച്ഛന് നമ്മുടെ വീഡിയോസിൽ അച്ഛൻ മെയിനായിട്ട് പത്രം വായിക്കുന്നത്, കണ്ണാടി വെച്ച് പത്രം വായിക്കുന്ന ഈ ഒരു സ്ഥലത്താണ്. പിന്നെ നമ്മുടെ റിയലായിട്ട് ഉമ്മാരെ കുടുംബശ്രീ കൂടുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതൊക്കെയാണല്ലോ സിറ്റ് ഔട്ടിൽ. അകത്തോട്ട് പോവാം. കേറി വരുന്നതാ ടി വി ഇരിക്കണം. പിന്നെ 2 കുഷ്യനും ഉണ്ട്. ടി വി നമ്മളെ മറ്റേ LED TV ഒന്നുമല്ല, LG TV ആണ്. ഇതായിട്ട് പോയാൽ നമുക്ക് പിക്ചർ ട്യൂബ് മാറ്റി ഉപയോഗിക്കാം. പിന്നെ കേരള വിഷന്റെ ഒരു വൈഫൈ ഉണ്ട്, ബ്രോഡ്ബാൻഡ് നമ്മുടെ ഈ ഇടയ്ക്ക് എടുത്തത്. പിന്നെ 2 കുഷ്യൻ. അതൊക്കെയാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം, ഹാളിൽ നമ്മൾ ഇവിടെ ഇരുന്നാണ് വീഡിയോ ചെയ്യുന്നത്. ഹംദ ഇവിടെ ഇരുന്നാണ് വീഡിയോ ചെയ്യുന്നത്. നമ്മളിപ്പം ഒരു വീഡിയോ റെൻഡർ ചെയ്യാൻ വേണ്ടി ഇട്ടേക്കാണ്. നമ്മളെ വീഡിയോ ഏത് വീഡിയോയുടെ ഹംദാനെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്ന വീഡിയോ ആണ് വരാൻ പോകുന്നത്. ഹംദാനാണ് എൻ്റെ എഡിറ്റിംഗ് ആള്. പിന്നെ ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി ഹംദാനെ ഞാൻ വിളിക്കും. ഹംദാ ഇവിടെ വന്ന് കണ്ടന്റ് പറയാൻ വേണ്ടി പറയുമ്പം ഇങ്ങനെ ഒരു കിടപ്പും കിടന്നിട്ട് ഒരു ഫോണും കുത്തിക്കൊണ്ടിരിക്കും തെണ്ടി. ഞാൻ ഇരുന്നിട്ട് തല ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ഇരുന്ന് നോക്കും. ഷോക്കേസിൽ പോവാം. ഷോക്കേസിൽ ഫുള്ളും നാദിമിനെ കിട്ടിയ പ്രൈസസ് ആൻഡ് മെഡൽസ് ആൻഡ് എവറിത്തിങ് ആണ്. എനിക്ക് കിട്ടിയതോ ഇരിക്കുന്ന ഈ ഒരു സാധനം ലെമൺ ആൻഡ് സ്പൂണിനെ കിട്ടിയതാണ്. അതൊരു കോമ്പറ്റീഷൻ ഐറ്റം. പിന്നെ നാദിമിന്റെ കൂട്ടുകാരൻ നാദിമിന്റെ ഉമ്മാരെ പടം വരച്ചിട്ടുണ്ട്. അവന്റെ ബർത്ത്ഡേയിൽ അന്ന് വരച്ച ഫോട്ടോ ആണിത്. അതൊക്കെയാണ് ഈ ഷോക്കേസിലൊക്കെ ഉള്ളത്. പിന്നെ കലണ്ടർ അതൊക്കെ അറിയാം. പിന്നെ അത് കറണ്ട് ബില്ലൊക്കെ വന്നിട്ടുണ്ട്. സന്തോഷമായി. റൂമിലോട്ട് പോവാം. ഇതെന്ന് പറയണത് ഞാനും നാദി വരുമ്പം നാദി ഞാനും കൂടെ, നാദി ഇപ്പോൾ ഹോസ്റ്റലിലാണ്.
ഞാനും നാദി ഇവിടെയാണ് കിടക്കുന്ന. നാദി തറയിലെ കിടക്കുള്ളൂ, ഞാൻ മുകളിലും. അവന് എത്ര പറഞ്ഞാലും കേൾക്കൂല. കബോർഡാണ്. ഇത് അലമാര, അതുപോലെ ഇത് എക്യുപ്മെന്റ്സുകളുണ്ട്. മറ്റേ ഇത് കിട്ടണം, നമ്മളെ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് എടുത്ത് വെച്ചിരിക്കുന്ന. അതായത് ഇപ്പം വിഗും കാര്യങ്ങളും, വിഗൊക്കെ അതിൻ്റെ അകത്ത് എടുത്ത് വെച്ചിരിക്കുന്ന, വിഗും കാര്യങ്ങളും ഇതിൻ്റെ അകത്തിരിക്കുന്ന, പ്ലേ ബട്ടൺ, ഇതെല്ലാം ഇതിൻ്റെ അകത്താണ് എടുത്ത് വെച്ചിരിക്കുന്ന. അപ്പൊ ഇതൊക്കെ ഉള്ളൂ അലമാരിക്ക്. അത് അതിൻ്റെ എക്യുപ്മെന്റ്സ് ആണ് ഇതൊക്കെ. പിന്നെ എൻ്റെ ചെറിയ കലാപരിപാടികളാണ് ഇതൊക്കെ. ഈ ഐറ്റമൊക്കെ ഇതൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടാക്കണതാണ്. പിന്നെന്താ സ്പീക്കർ. പിന്നെ ബെഡിൽ നമ്മൾ ഇതൊന്നും വിരിപ്പൊന്നും വിരിച്ചിട്ടില്ല. പിന്നെ നമ്മളെ സെൽഫി സ്റ്റാൻഡാണ്. പിന്നെ നാദി ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ക്യാമറമാനായിട്ട് ഉപയോഗിക്കുന്നതായത്. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പം ഇതാണ് എൻ്റെ നാദിൻ്റെ റൂം. അടുത്ത റൂമിലോട്ട് പോവാം. ഇതാണ് ഉമ്മാരെ വാപ്പാരെ റൂം. അവരിപ്പോ ഇവിടെ ഇല്ല. അവര് രണ്ടുപേരും കൂടെ ഇപ്പം ഉമ്മായ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കണം. അപ്പൊ അവരെണ്ണ കൂടെ പോയിരിക്കണം. അപ്പൊ ആ തക്കം നോക്കിയാണ് നമ്മൾ വീഡിയോ എടുത്തത്. ഇതാണ് അവരുടെ കബോർഡ്. കബോർഡ്, കട്ടില്, എല്ലാ കാര്യങ്ങളും. വാപ്പാരെ ഷർട്ടാണ് ഞാൻ ഇടുന്ന. അച്ഛൻ്റെ റോള് ചെയ്യാൻ വേണ്ടി വാപ്പാരെ ഷർട്ടും ഒക്കെയാണ് ഞാൻ ഇടുന്നത്. ഇതായിരിക്കും ഇതൊക്കെ തന്നെ അല്ലിടം തന്നെ. ഇത് തേപ്പ് പെട്ടി. ഇതാണ് ഹാളിലെ വാഷ് ബേസിനാണ്. പക്ഷെ എല്ലാവരും വീട്ടിലെത്തുമ്പോൾ ഇത് വർക്കാവില്ല. അതെ ഗൈസ്, ഒരിക്കലും വർക്കാവില്ല. എത്ര ശരിയാക്കിയാലും ലീക്കോട് ലീക്ക്. ഇതെന്തിരിക്കും ഇതിനെ പറയണത്? വർക്ക് ഏരിയയാണിത്. വർക്ക് ഏരിയ. ഫ്രിഡ്ജിൻ്റെ അകത്ത് സിപ്പം ഇരിപ്പുണ്ട്. ഇതൊക്കെ തന്നെ. എൻ്റെ അതൊന്നുമില്ല, ഫ്രിഡ്ജിൻ്റെ അകത്തൊന്നുമില്ല. പിന്നെ ഇത് കബോർഡ്, ഇങ്ങനത്തെ കാര്യങ്ങള്. ഇവിടെ നിന്നാണ് അമ്മേരെയൊക്കെ വീഡിയോ ഞാൻ മുഖം കഴുകാനും കുളിച്ചു വരണം. കരിയൊക്കെ വരച്ചിട്ട്. ഇനി അടുത്തുള്ളത് അടുക്കളയിലോട്ട് പോവാം. ഇതാണ് അമ്മേരെ സ്ഥലം. എപ്പോഴും അമ്മേരെ സ്ഥലമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ അമ്മേരെ വീഡിയോസ് ഒക്കെ എടുക്കുന്ന. നല്ല ലൈറ്റ്. അമ്മിക്കല്ല്. എന്തെങ്കിലും പറയണോ റംസാനെ? നമ്മളെക്കാളും നിങ്ങൾക്ക് ഇതൊക്കെ അറിയാലോ. മുകളിൽ സ്റ്റെപ്പ് കയറി പോവാം. സ്റ്റെപ്പ് കയറി മുകളിലൊരു റൂമുണ്ട്. അവിടെ ഇപ്പം ആരും ഇല്ല, നമ്മളെല്ലാവരും താഴെ കിടക്കുന്ന. പാപ്പച്ചി ഇടയ്ക്കിടയ്ക്ക് മുകളിൽ പോയി കിടക്കും. അത് തന്നെ പരിപാടി. അല്ലാതെ ഈ നമ്മളെ ചെറിയ മുകളിലോട്ട് കയറുമ്പോൾ ഒരു ചെറിയൊരു സ്പേസ് ആണ്. ഇങ്ങനെയൊക്കെ വെറുതെ അതൊക്കെ തന്നെ. പിന്നെ ഇത് മെയിൻ ടെറസ്. ഇവിടെ തയ്ക്കാൻ വേണ്ടി പാപ്പായും ഉമ്മായൊക്കെ തയ്ക്കും. അപ്പോഴും ഒരു മെഷീനൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടെയൊക്കെ ഉള്ളത്. തേങ്ങ ഒക്കെ വറക്കിയിട്ടുണ്ട്. കുരങ്ങനൊക്കെ വരും. അതൊക്കെ തന്നെ. പിന്നെ ഇത് ഒരു റൂമാണ്. റീലെടുക്കാൻ വേണ്ടി ഞാൻ അവിടെയാണ് കയറുന്നത്. ലൈറ്റൊക്കെയാണ്. നാദിവിന് ഗിത്താർ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്ത് അവൻ പഠിച്ച്. അവനാങ്കി എന്ത് ഒരു ടൂൺ വായിക്കാൻ പറഞ്ഞാൽ പക്ഷെ അവന് പറ്റിയില്ല. പിന്നെ പഠിക്കാനൊക്കെ പോകണമെന്നോ പറ്റിയില്ല. പിന്നെ ഇതൊക്കെയാണ്. പിന്നെ വീണ്ടും ഒരു സെൽഫി സ്റ്റിക്ക്. നമുക്ക് 2 റിംഗ് ലൈറ്റ് ഉണ്ട്. ഒന്ന് ഹംദ വാങ്ങിച്ചത്, നമ്മൾ വാങ്ങിച്ചത്. ഇപ്പൊ 2 നമ്മളെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന. നമ്മുടെ വീഡിയോസ് ഒക്കെ എടുക്കാൻ നേരത്ത് ലൈറ്റിങ്ങിന്റെ കാര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ തന്നെ മുകളിലത്തെ റൂം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഹോമിലെ ടൂറൊക്കെ. ഇതൊക്കെയാണ് നമ്മളെ വീട്ടിലുള്ളത്. അപ്പോൾ എല്ലാം കണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞാൽ ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്നുള്ളത്. അത് എന്തെന്ന് വെച്ചാൽ നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി ഒരു 3-4 കൊല്ലം മുമ്പ് നമ്മളാണെങ്കിൽ നമ്മുടെ വീട് ലോണിൽ വെച്ച് കുറച്ച് പൈസ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ 3-4-5 കൊല്ലമായിട്ട് അടച്ചിട്ടും തീരാതെ എത്ര അടച്ചാലും പലിശ മാത്രമേ അടച്ചുകൊണ്ടിരിക്കണുള്ളൂ. അങ്ങനെ നമുക്കൊരു വാശിയായിരുന്നു. അത് നമ്മൾ അന്നത്തെ Q&Aയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാറുണ്ട്. അതിലൊരു കാര്യം നമ്മൾ ചെയ്തു തീർത്തു ഗൈസ്. നമ്മളെ ഈ വീട് നമ്മൾ തിരിച്ചെടുത്തു. 3-4 ദിവസമായുള്ളൂ പോയി. നമ്മളാണെങ്കിൽ ലോണും കാര്യങ്ങളും അടച്ച് തീർത്ത് തിരിച്ചെടുത്തു.
അപ്പോൾ ഇത് നിങ്ങൾക്ക് പറയേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്ക് നിങ്ങൾ തന്ന സ്നേഹ സപ്പോർട്ടും കൊണ്ടാണ്. കാരണം നമ്മൾ ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു ഇതുള്ള പ്ലാറ്റ്ഫോം ഉള്ളത് മാത്രം കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റിയത്. പിന്നെ കൂടാതെ നിങ്ങളുടെ സപ്പോർട്ടും, നിങ്ങളില്ലെങ്കിൽ നമ്മളില്ല. കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഈ ലോൺ അടച്ച് തീർത്ത പൈസ എന്ന് പറയുന്നത് നമ്മൾ കോടിക്കണക്കിന് അത്രയൊന്നും അല്ല. എന്തായാലും നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് അത് ഒരു വലിയ എമൗണ്ട് ആണ്, ഒരു എമൗണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. വളരെ സന്തോഷമുണ്ട്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ പുതിയ വീഡിയോസായിട്ട് വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.